അപ്പോൾ അതേ പടി പിടിപ്പിക്കാൻ ഒരു 3 പീസ്, അതായത് 2 പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ തുണി വെള്ള ആയതുകൊണ്ട് അടിയിലും ഇത് മുകളിലുമാണ് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ ചെയ്യേണ്ടത് ഇതൊരെണ്ണം ഇട്ട് ഇതിൻ്റെ നല്ല വശം ഇട്ട്, ഇനി ഇതിടേണ്ടത് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലാണ് ഇടേണ്ടത്. നല്ല വശം ഇതിൻ്റെ മുകളിൽ ഇടണം. മറിച്ച് വരുമ്പോൾ നമുക്ക് രണ്ടും നല്ല വശം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും നമ്മൾ നല്ല വശം മുകളിലും ചീത്ത വശം അല്ല നല്ല വശം ഇതിൻ്റെ മുകളിലിടും. മൂന്നാമത്തത് നല്ല വശം ഇതിൻ്റെ മുകളിലിടും. കണ്ട, അപ്പം ഇത് രണ്ട് നല്ല വശങ്ങളും ഇതും നല്ല വശവും നമുക്ക് അടിച്ചെടുക്കുമ്പോൾ രണ്ട് ഭാഗത്ത് നല്ല വശങ്ങൾ വരാനാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇങ്ങോട്ടാക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പതിച്ചടിച്ചെടുക്കണം. എന്നിട്ട് ഇത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പീസ് കണ്ട ഈ തയ്യൽ തുമ്പ് ഇപ്പുറത്തോട്ടാക്കിയിട്ട് നമ്മൾക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഇത് കുത്തിക്കൊള്ളു. ഇപ്പം ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഇത് മുകളിലോട്ട് വെക്കുക. കണ്ട, ഇത് താഴെയാണ് വന്നേക്കണത്, ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ചരിച്ച് വെച്ച് കൊടുക്കണം. ഒരു ചരിവുണ്ടല്ലോ, ആ ചരിവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഈ ഒരു 2 ഭാഗമാണ്. ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ചരിവാണ് കണ്ട, ആ ചരിവിലേക്ക് ഇത് ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ 2 എൻഡും ഒപ്പത്തിൽ വന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. ലെങ്തി ആയാലും മനസ്സിലാകണമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് അവിടെ ഒരു 2 സ്റ്റിച്ച് ഇടുക. 2 എണ്ണം കെട്ടിട്ട് 2 സ്റ്റിച്ചിട്ട് കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെക്കുക. അപ്പോൾ ഈ അടിയിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് അടിച്ചൊരു കഷ്ണമില്ലേ, അത് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ വെട്ടിക്കളയുക, അതല്ലെന്നുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ കനം കുറഞ്ഞ് കിട്ടും. ഇത് ചെറിയൊരു മടക്ക്, അതായത് കോണോട് കോൺ മടക്കണ പോലെ മടക്കിയിട്ട് സൈഡിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് വലിക്കാണ്ട്, ഇന്നത്തെ ക്രോസ് പീസാണ്, അപ്പോൾ ഒട്ടും വലിക്കരുത്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ കപ്പ് ക്രോസ് കട്ടാണ്. വലിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാവും. എന്നിട്ട് ഒരു 4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചെടുക്കുക. കണ്ടോ, ചുളുക്കൊന്നും വരാണ്ട് നല്ല കറക്റ്റിന് തന്നെ വെച്ച് അടിച്ചെടുക്കണം. എവിടെയെങ്കിലും ചുരിച്ച കൂടുതൽ ഭാഗം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. അത് നമ്മുടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത്. അപ്പം എനിക്ക് തോന്നണം ഇത് വലിയ കട്ട വീഡിയോ ആയാൽ പണി പാളും. അപ്പം അതെ അടിച്ചു കണ്ട, ഇതുപോലെ നല്ല വശം ഇടുക. അപ്പം നമുക്ക് ഈ ഭാഗം അടിക്കണ്ടേ. എന്നിട്ട് എന്താണെന്ന് പറയാമോ, പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. ചുളുക്കാണ്ട് ചുരുട്ടി എടുക്കുക. ചുരുട്ടി എടുക്കുക കണ്ട. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് താഴെ വന്നു ഈ അറ്റം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇതുപോലെ വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട്, അതായത് നമ്മൾ ചുരുട്ടി വെച്ചേക്കണതിൽ സ്റ്റിച്ച് വീഴാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ അടിച്ചെടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ചത് ഇതുപോലെ ഒന്ന് വലിച്ച് എടുത്താൽ മതി. കണ്ടോ, അപ്പം ഇത് നേരെ വന്നു. ഓക്കെ ആയില്ല. സാരി ബ്ലൗസ് അടിക്കുമ്പോൾ ഇച്ചിരി പണിയുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് അടിച്ചടിച്ച് പഠിച്ചു വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതേ നോക്കിയേ, ഇത് ഈ ഒരു പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. കണ്ട, നമ്മുടെ തയ്യൽ തുമ്പ് കാണില്ല. ഈ ഒരു തുണി ഉണ്ടല്ലോ നമ്മളുടെ ശരീരത്ത് കുത്തിക്കൊള്ളും. അപ്പം അങ്ങനെ കൊള്ളാതിരിക്കാനും അതുപോലെ ഇൻ്റർലോക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഇതുപോലെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം കാണിച്ചത്. അപ്പം ഇതുപോലെ അടുത്താൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കപ്പ് കറക്റ്റിന് അടിച്ചെടുത്ത് അത് കഴിഞ്ഞ് പടിയും പിടിപ്പിച്ചെടുത്തില്ലേ. ഞാൻ ഈ പട്ടക്കാണ്ട പടി എന്ന് പറയണത്, സംശയം വേണ്ട. അതായത് ബ്ലൗസിൻ്റെ അടിയിലെ പട്ടയ്ക്ക്. ഇനി നമ്മളിതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ബ്ലൗസും മോൾ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും നമ്മൾ പടി പിടിപ്പിച്ചേക്കണതും ഒപ്പത്തിനൊപ്പമാണോ എന്ന്. വലിക്കാതെ പിടിക്കാകണ്ട. അപ്പോൾ ഒപ്പമല്ലെന്നുണ്ടെങ്കിൽ കഴുത്ത് വെട്ടി നമ്മൾ കറക്റ്റാക്കരുത്. കഴുത്ത് വെട്ടി കറക്റ്റാക്കിയാൽ നമ്മൾ ഒപ്പം വെട്ടിയ കഴുത്താണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കഴുത്തിന് ഒരു സൈഡ് ഒരു വൃത്തികേട് വരും.
അപ്പം നമ്മുടെ ഈ ഒരു ടക്സ് ഉണ്ടല്ലോ, ആ ടക്സിലോട്ട് എവിടെയാണോ കൂടുതലുള്ള ഭാഗം അവിടെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അതായത് ഈ ഒരു ടക്സിൻ്റെ ഈ ടക്സ് കണ്ട ഇതിലേക്ക് ഒന്ന് കയറ്റി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തൊപ്പം കിട്ടും. കഴുത്ത് എല്ലാവരും ചെയ്യണം എങ്ങനെയാണെന്നറിയാം, അതിങ്ങനെ വയ്ക്കും, വെച്ചിട്ട് ഒപ്പമല്ലാന്നുണ്ടെങ്കിൽ ഒപ്പമല്ലാത്ത ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പം ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതൊരു വശത്തെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പറയണത്. ഇനി നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് പടി പിടിപ്പിച്ചെടുക്കാം. പടി പിടിപ്പിക്കാൻ ഞാൻ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് 2.5 ഇഞ്ചിൻ്റെയും ഒന്ന് 2 ഇഞ്ചിൻ്റെയുമാണ്. അത് ഇതേ നീളത്തിൽ നമ്മുടെ പടി ഹുക്കും പിടിപ്പിക്കാനുള്ള അതേ നീളത്തിലുള്ള പീസുകളാണ് വെട്ടിയെടുത്തേക്കുന്നത്. അപ്പം മടക്കി അടിക്കാനുള്ളത് കൂടി ഇതിനകത്ത് കിട്ടണം കേട്ടോ. താഴെ മടക്കി അടിക്കാനുള്ള ഭാഗം കിട്ടണം. ഇനി നമുക്കത് എങ്ങനെയാണ് പിടിപ്പിക്കണേന്നൊന്ന് നോക്കാം. അപ്പം ഹുക്സ് പിടിപ്പിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ ഉള്ള പീസാണ് എടുത്തേക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പീസിനെ 2ആക്കി മടക്കുക. ചീത്ത വശത്തായിട്ട് മടക്കി എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് വെച്ച് മടക്കി ഒന്ന് അടിച്ചെടുക്കുക. അതെ, മുകളിലോട്ട് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സൈഡിലോട്ട് നീക്കിയിട്ട് ഇതൊന്ന് പതിച്ച് അടിച്ചെടുക്കണം. പതിച്ചടിച്ചതിന് ശേഷം ബാക്കി വന്ന പീസ് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കുക. മടക്കിയിട്ട് ഇതുപോലെ ഈ സൈഡിലോട്ട് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഹുക്ക് വെക്കാനുള്ള ഭാഗത്ത് എല്ലാ പണിയും നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റണേ. ഇനി നമ്മൾ അടുത്തെടുക്കണം, പടി പിടിപ്പിക്കാനുള്ള എടുക്കണത്. അപ്പം അത് നമുക്കൊരു പണി ചെയ്യാം. കണ്ട ഇതിൻ്റെ ചീത്ത വശത്തോട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതായത് അടിഭാഗത്തേക്ക് ഇത് ബ്ലൗസിൻ്റെ നല്ല ഭാഗം മുകളിൽ വരും. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ആദ്യം. അപ്പം നമ്മൾ അടിച്ചെടുത്തു. ഇത് നമുക്കൊന്ന് നിവർത്തിയെടുക്കണം. കണ്ട അതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് മറിച്ചിട്ടിട്ട് പതിച്ചടിച്ചെടുക്കണം. മറിച്ചിട്ടേക്കാനിട്ട് ഞാൻ പതിച്ചടിച്ചെടുക്കാം. ഇനി ഇവിടെ തുമ്പുള്ളത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതൊന്ന് മടക്കി ഇതിലേക്ക് ചേർത്ത് വെക്കണം. കണ്ട അപ്പം ഇനി നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കണം. നിങ്ങൾ എത്ര ഹുക്കാണ് പിടിപ്പിക്കണോ എന്ന് 6 5 ഒക്കെ പിടിപ്പിക്കാൻ നമുക്ക് അടുപ്പിച്ചുണ്ടെങ്കിൽ 5 എന്തായാലും വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം. ഒരു വി എന്ന് പറയുമ്പോൾ ഇതേ ഒരു ചെറിയ വി ഒരു ഭാഗത്ത് വരും. കണ്ട പിന്നെ അവിടെ നിങ്ങാട് എത്ര എണ്ണം നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ 1 2 3 4 5 വി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് കൊടുത്തതിനാണ് വി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ കണ്ട ഇനി നമുക്ക് ക്രോസ് പീസ് വെട്ടി കഴുത്തൊന്ന് അടിച്ചെടുക്കണം. നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും വെട്ടിയതിൻ്റെ ആ ഒരു ബാലൻസ് തുണിയാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് വേണ്ടത് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചരിച്ച് വെട്ടണതിനാണ് ക്രോസ് പീസ് എന്ന് പറയണത് കേട്ടോ. ഇതായിരിക്കണം അറിയാൻ പാടില്ലാത്തത് എന്ന് വിചാരിക്കേണ്ട. അറിയാൻ പാടില്ലാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വെട്ടിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് വെട്ടിയാലും മതി കേട്ടോ. വെട്ടി 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 എനിക്കത് ശീലമായതാണ്. മുമ്പ് ഞാൻ സ്കെയിലൊക്കെ വെച്ചാണ് വെട്ടിയിരുന്ന് വെച്ചത് കേട്ടോ. അപ്പം നമ്മളിത് അടിച്ചെടുത്തട്ടോ. നമുക്കിതുപോലെ ഇതങ്ങോട്ട് ആക്കിയിട്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കൈ കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതവിടെ ഇരുന്നു. അപ്പം അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം ചെയ്യണം. വൃത്തിയായിട്ട് മടക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ചരിവൊക്കെ വന്ന വശത്തൊക്കെ ഉണ്ടല്ലോ നല്ല കട്ടിട്ട് കൊടുക്കുക. അതായത് സ്റ്റിച്ച് കൊള്ളാണ്ട് ഒന്ന് കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിയെടുക്കണം. അപ്പോൾ കണ്ട ഫ്രണ്ട് പീസ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. കണ്ട് നമ്മൾ വെച്ചടിച്ച ക്രോസ് പീസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ. വെച്ചതിന് ശേഷം ഇതൊന്ന് ഇങ്ങോട്ട് നേരെ ആക്കുക. അതിനുശേഷം ഇതൊന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് 1/2 ഇഞ്ചിന് ഒന്നടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടിയെടുത്ത് കണ്ട 2 വശത്തേയും കൂട്ടി
ഇനി നമുക്ക് ഷോൾഡർ നമ്മുടെ ഇതൊന്നുണ്ടല്ലോ പതിച്ച് അടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് പതിച്ച് അടിച്ചെടുക്കാട്ടെ. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് ഈ ഷോൾഡറിൻ്റെ പക്കിന് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് ഹെമ്മിങ് ചെയ്താലും അവിടെ ഇരിക്കും. പക്ഷെ പതിച്ചടിച്ച് കഴിയുമ്പോൾ വെച്ചാൽ വേറൊരു ഭംഗിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ട് സൈഡും പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കണ്ട നമ്മുടെ പതിച്ചടിക്കാൻ ഉള്ളിലൊക്കെ ഇത് കണ്ട അതിലേക്ക് ആക്കിയിട്ട് ഈ ബാലൻസ് വന്ന പീസ് കട്ട് ചെയ്ത് മാറ്റണം. അതായത് നമുക്ക് ഈ ഒരു വീതി എത്ര വീതി ഇവിടെ വേണോ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ കൂടുതലാണ്, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇത് ഇങ്ങോട്ടും മടക്കി ഒന്നും കൂടെ മടക്കിയിട്ട് വേണം നമ്മുടെ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ഭാഗം ഉണ്ടല്ലോ, നമ്മ നെക്ക് വെട്ടിയ ഒരു സ്ഥലം വരും കണ്ട. എന്നിട്ട് വേണം നമ്മൾക്കത് ഹെമ്മിങ് ചെയ്തെടുക്കുക. ബാലൻസ് നമുക്ക് ഇത്രയും മഞ്ഞണ്ട് കണ്ട, ആ ബാലൻസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് പിടിപ്പിച്ചെടുക്കണ്ടേ, അതങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് പിടിപ്പിക്കാനായിട്ടാണ് പോണത്. ഫ്രണ്ട് പീസാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കുഴി കുഴിച്ചോട്ടിയ ഭാഗമാണ് ആ ഒരു ഭാഗത്തേക്ക് വരേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ ഷോൾഡർ എന്ന് വെക്കുക, നടുക്ക് ഭാഗം വെച്ചിട്ട് ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചെടുത്തതിന് ശേഷം രണ്ടാമത് നമുക്ക് ഇങ്ങോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് അടിച്ചെടുത്താലോ. കൂട്ടുകാരെ, ഞാൻ ഈ കൈ എങ്ങനെയാണ് സ്ലീവ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാണ്ട് എങ്ങനെ അടിച്ചെടുക്കാമെന്നൊന്ന് നോക്കാം. ലൈനിങ്ങിൻ്റെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇരിക്കണം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. താഴെ വശം നമ്മുടെ ലൈനിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഇതുപോലെ അടിച്ചെടുത്ത് കണ്ട ലൈനിങ് അടിയിലും മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്തുകൾ വന്നത്. ഇനി നമ്മൾ ചെയ്യണം, ഇനി ഈ നമ്മുടെ മെയിൻ ഷോൾഡറിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇത് വെച്ച് കൊടുക്കുക. ലൈനിങ് നമ്മൾ നേരത്തെ അടിയിലടിച്ചു, ഇനി മുകളിലൂടെ ഇതൊന്ന് അടിച്ചിങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഈ ബാക്ക് വശം കാണണ്ടേ, നമ്മുടെ ബാക്ക് വശം. അപ്പം തയ്യൽ തുമ്പ് നമുക്ക് കാണാൻ പറ്റൂല കണ്ട, തയ്യൽ തുമ്പ് അകത്ത് പോകുക. അപ്പോൾ ഇൻ്റർലോക്കിംഗ് ഇല്ലാത്ത ആളുകൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്തെടുത്ത് സ്ലീവൊക്കെ അടിച്ചെടുത്തു. പിന്നെ നമുക്ക് സൈഡ് കൂട്ടിയെടുക്കണം. ഷേപ്പ് അനുസരിച്ച് നമ്മുടെ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ അടി തുടങ്ങി നമ്മുടെ പക്ക് താഴെ വരെയുള്ള ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെയാണോ